ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയിൽ രാജവിദ്യ രാജഗുഹ്യ യോഗത്തിൽ 28ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്ലോകം ഇതാണ്: ശുഭാശുഭ ഫലൈരേവം മോക്ഷ്യസേ കർമ്മ ബന്ധനൈ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമു ഉപൈഷ്യസി. ശുഭാശുഭ, ശുഭ അശുഭങ്ങൾ, ഫലൈർ ഫലങ്ങൾ, ഏവം ഇപ്രകാരം, മോക്ഷസ്യേ സ്വതന്ത്രനാക്കപ്പെടുക, കർമ്മ ബന്ധനൈ കർമ്മ ബന്ധങ്ങൾ, സന്യാസയോഗ പരിത്യാഗം, യുക്താത്മാ ദൃഢചിത്തത, വിമുക്തോ മോചിപ്പിച്ച്, മാം എന്നിൽ, ഉപൈഷ്യസി എന്നെ പ്രാപിക്കും. ഇനി അർത്ഥം നോക്കാം. ഇപ്രകാരമാകയാൽ ശുഭ അശുഭ ഫലങ്ങളോടു കൂടിയ കർമ്മബന്ധങ്ങളിൽ നിന്ന് നീ സ്വതന്ത്രനായിത്തീരും. ദൃഢചിത്തനും പരിത്യാഗിയുമായ നീ മോചിക്കപ്പെട്ട് എന്നെ പ്രാപിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കിയാണ്. കഴിഞ്ഞ ദിവസം എന്താണ് പഠിച്ചത്? ഹേ കൗന്ദേയ, നീ എന്തു ചെയ്യുന്നുവോ, ഭക്ഷിക്കുന്നുവോ, ഹോമിക്കുന്നുവോ, എന്ത് ദാനം നൽകുന്നുവോ, അത് എന്ത് തപസ്സനുഷ്ഠിക്കുന്നു അതെല്ലാം എനിക്കായിക്കൊണ്ട് ചെയ്യുക എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച് 27ാമത്തെ ശ്ലോകം പഠിച്ചു നമ്മൾ നിർത്തിയത്. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസിയത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ മദർപ്പണം. അതാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അതിനുശേഷം ഭഗവാൻ ഇപ്രകാരം പറയുകയാണ്: ഇപ്രകാരം ശുഭാശുഭ ഫലങ്ങളോട് കൂടിയ കർമ്മബന്ധങ്ങളിൽ നിന്ന് നീ സ്വതന്ത്രമായിത്തീരും. ദൃഢചിത്തനും പരിത്യാഗിയുമായ നീ മോചിക്കപ്പെട്ട് എന്നെ പ്രാപിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമാക്കി തീർത്താൽ പുണ്യ പാപ ഫലരൂപത്തിലുള്ള കർമ്മവാസനാബന്ധങ്ങളിൽ നിന്നും നീ മുക്തനാകും. അതായത് എല്ലാം നമ്മൾ ചെയ്യുന്നത്, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ് എന്ന് കരുതിയാൽ കർമ്മവാസനാബന്ധങ്ങളിൽ നിന്നും നീ മുക്തനാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ മുക്തനായാൽ സന്യാസയോഗം കൈവന്ന് പരമാത്മാവായ എന്നെ പ്രാപിക്കും. ഇനി എന്താണ് കർമ്മവാസന? പുണ്യ പാപ ഫലങ്ങളിലുള്ള രാഗദ്വേഷങ്ങളാണ് കർമ്മവാസന. അതായത് പാപം ഇരുമ്പ് ചങ്ങലയാണെങ്കിൽ പുണ്യം എന്താണ്? സ്വർണ്ണച്ചങ്ങലയാണ്. അതായത് കർമ്മവാസനകൾ മാറിക്കിട്ടാൻ ഇനി എന്താണ് മാർഗം? കർമ്മം എന്തായാലും കർത്തൃഭാവം വെടിഞ്ഞ് ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുക. അതായത് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അത് ഞാനാണ് ചെയ്യുന്നത്, അതിൻ്റെ ഫലം എനിക്ക് കിട്ടണം എന്ന ചിന്ത വെടിഞ്ഞ് ഫലം എന്തായാലും അത് ഭഗവാന്റെ പ്രസാദമായി അംഗീകരിക്കുക. സദാ സർവത്ര ഈശ്വരഭാവന നിലനിർത്താൻ യത്നിക്കുക. അങ്ങനെ നമ്മൾ ചെയ്താൽ, അതായത് എന്ത് നമ്മൾ ചെയ്യുന്നുവോ, ചിലപ്പോൾ അത് നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആ ചെയ്തതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലപ്രാപ്തി ഉണ്ടായില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ വിഷമിക്കുകയോ ദൈവനിന്ദ പറയാതിരിക്കുകയോ ചെയ്യുക. നമുക്കത് കിട്ടി, ആ കിട്ടിയത് എന്താണോ അത് ഈശ്വരൻ നമുക്ക് തന്നതാണ്, നമ്മളെ കൊണ്ടാണ് ഈശ്വരൻ ഇത് ചെയ്യിപ്പിച്ചത്, അതിന് ഇത്ര മാത്രമേ ഫലം ഉള്ളൂ, ഭഗവാന്റെ പുസ്തകത്തിൽ ഇത്ര മാത്രമേ അതിന് തിരിച്ചൊരു റിട്ടേൺസ് നിങ്ങൾക്ക് തരാനായിട്ടുള്ളൂ എന്ന് കരുതി ഇതെല്ലാം ഈശ്വരൻ്റെ പ്രസാദമായി കണ്ട് സ്വീകരിക്കുക. ദുഃഖമായാലും സുഖമായാലും ഒരേപോലെ ആ ഒരേ മനസ്സിൽ, ഒരേ മനസ്സോടുകൂടി അത് അംഗീകരിക്കാൻ ശീലിക്കുക. ഫലത്തെ ഇച്ഛിക്കാതെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തായാലും അത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് കരുതുക. ഇങ്ങനെ ആയാൽ നമ്മൾ സന്യാസഭാവത്തിലേക്ക് എത്തും. അങ്ങനെ എത്തുന്ന ഏതൊരാളും
ഭഗവാനെ പ്രാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? ഒരു വഴിപാട് ചെയ്യും, അതിന് പ്രയോജനമൊന്നും കിട്ടിയില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനമൊന്നും അതിന് കിട്ടുന്നില്ല, ശരി, അതങ്ങ് നിർത്തും. 10 ഏകാദശി എടുക്കും, നിർത്തും. ആളുകൾ ചോദിക്കുന്നത് എന്താണ്? എത്ര ഏകാദശി എടുക്കാം, എത്ര ഏകാദശി എടുത്ത് നിർത്താം, ഇതാണ് ചിന്തിക്കുന്നത്. അല്ലെ, ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഏകാദശി എടുക്കുന്നു, കാര്യം കഴിഞ്ഞു, നിർത്തുന്നു. അങ്ങനെയൊന്നും ചെയ്യാതെ എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് കരുതുക. നമുക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അതിന് കണക്ക് വെക്കുന്നത്. ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ അതിന് കണക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ എല്ലാ കർമ്മങ്ങളും ഫലം ഇച്ഛിക്കാതെ ഭഗവാന് വേണ്ടി ചെയ്താൽ നമ്മൾ സന്യാസയോഗത്തിലേക്ക് എത്തുമെന്നും അങ്ങനെ ഭഗവാനെ തന്നെ പ്രാപിക്കുമെന്നുമാണ് ഭഗവാൻ പറയുന്നത്. ഇനി നമുക്ക് 29ാമത്തെ ശ്ലോകം നോക്കാം. സമോ അഹം സർവഭൂതേഷു നമേ ദ്വേഷ്യാ അസ്തി ന പ്രിയഃ യേ ഭജന്തി തുമാം ഭക്ത്യാ മയിതേ തേഷു ചാപ്യഹം. സമഹ ഒരുപോലെ, അഹം ഞാൻ, സർവഭൂതേഷു എല്ലാ ജീവികളിലും, ന ഇല്ല, മേ എനിക്ക്, ദേഷ്വ ശത്രുത, അസ്തി നിലനിൽക്കുക, ന ഇല്ല, പ്രിയഃ പ്രിയൻ, യേ ആര്, ഭജന്തി ഭജിക്കുക, തു എന്നാൽ, മാം എന്നെ, ഭക്ത്യാ ഭക്ത്യാ ഭക്തിയോടെ, വിത്ത് ഡിവോഷൻ അർത്ഥം, മയി എന്നിൽ, തേ അവർ, തേഷു അവരിൽ, ച കൂടെ, അപ്പി കൂടാതെ, അഹം ഞാൻ. ഇനി എന്താണ് വ്യാഖ്യാനം? ഞാൻ എല്ലാ ജീവികളിലും സമദൃഷ്ടിയാണ്. എനിക്ക് ശത്രുവുമില്ല, പ്രിയനുമില്ല. എന്നാൽ എന്നെ ഭക്തിയോടുകൂടി ഭജിക്കുന്നവർ എന്നിലും ഞാൻ അവരിലും സ്ഥിതി ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? പരമാത്മാവായ ഞാൻ എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും തുല്യമായി സ്ഥിതി ചെയ്യുന്നു. എനിക്ക് വിശേഷിച്ച് ആരോടും ഒരു പ്രിയവും ദേഷ്യവും ഇല്ല. ആരൊക്കെയാണോ എന്നെ പരമപ്രേമത്തോടുകൂടി ആരാധിക്കുന്നത് അവർ എന്നിൽ എത്തിച്ചേരുന്നു. ഞാൻ അവരിലും തെളിഞ്ഞ് വിളങ്ങുന്നു. അതായത് ഈശ്വരൻ സർവത്ര തുല്യ രൂപത്തിലാണ് വിളങ്ങുന്നത്. ആരോടും ഭഗവാന് പ്രത്യേകിച്ചൊരു ദേഷ്യമോ പ്രത്യേകിച്ച് യാതൊരു സ്നേഹ കൂടുതലോ ഇല്ല. എന്നാൽ സർവത്ര തുല്യ രൂപമാണെങ്കിലും, ഞാൻ അങ്ങനെയാണ് എല്ലാവരെയും കാണുന്നതെങ്കിലും, ഭഗവാനിൽ ആർക്കാണോ പരമപ്രേമമുള്ളത് അയാൾക്ക് മാത്രമേ സർവേശ്വരൻ്റെ ആ പാദത്തിൽ എത്തിച്ചേരാനും അവിടെ അഭയം കണ്ടെത്താനും കഴിയുകയുള്ളൂ. അപ്പോൾ വെള്ളം, ധാരാളം വെള്ളമുണ്ട്, നമ്മുടെ കയ്യിലുണ്ട് വെള്ളം, ദാഹിക്കുന്നു, വെള്ളം കുടിക്കുന്നില്ല. എന്താ സംഭവിക്കുന്നത്? ദാഹം തീരുകയില്ല. കുടിച്ചാൽ മാത്രമേ ദാഹം തീരുകയുള്ളൂ. അതുപോലെ സൂര്യൻ ദിവസവും ഉദിക്കുന്നുണ്ട്, എല്ലാവരിലും പ്രകാശം എത്തുന്നുണ്ട്. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നില്ല, വാതിലും ജനലും എല്ലാം പൂട്ടി പെരയ്ക്കകത്തിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നാൽ നമ്മളിലേക്ക് സൂര്യപ്രകാശം എത്തുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ കാരുണ്യവും. ഭഗവാൻ കരുണാമയനാണ്. പക്ഷേ ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഭഗവാനിലേക്ക് എത്തണം. ഭഗവത് നാമങ്ങൾ പാടുകയും ഭഗവാനെ ഭജിക്കുകയും ഭഗവാനെ പ്രേമിക്കുകയും ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ ഭഗവാനും നമ്മളിലേക്ക് എത്തിച്ചേരും. അല്ലാതെ ഭഗവാൻ ആരോടും ദേഷ്യമില്ല,
പ്രത്യേകിച്ച് സ്നേഹവുമില്ല. പക്ഷേ ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളിലേക്ക് എത്തണമെങ്കിൽ അത് നമ്മൾ കൂടി വിചാരിക്കണം. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ വാതിൽ കൊട്ടി അടച്ചാൽ ഭഗവാൻ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തപ്പെടാൻ പറ്റുന്നത്? അതുകൊണ്ട് ആരാണോ ഭഗവാനെ പരമപ്രേമത്തോടു കൂടി ഭജിക്കുന്നത് അവർ ഭഗവാനിലും ഭഗവാൻ അവരിലും സ്ഥിതി ചെയ്യുന്നുവെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭഗവാന്റെ ആ കാരുണ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ഭഗവാനെ ഭജിക്കണം. എങ്ങനെ ഭജിക്കണം എന്ന് നമ്മൾ മുമ്പുള്ള ശ്ലോകങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. അതേ രീതിയിൽ ഭഗവാനെ പരമഭക്തിയോടുകൂടി ഭജിച്ചാൽ അവരിൽ ഭഗവാൻ കുടികൊള്ളുന്നു. അതല്ലാതെ ആരോടും ഭഗവാന് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല ഭഗവാൻ അവരിൽ കുടികൊള്ളാത്തത്. അവർ ഭഗവാനെ ഭജിക്കാത്തത് കൊണ്ടാണ്. ആരാണോ പരമഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുന്നത് അവരിൽ ഭഗവാൻ കുടികൊള്ളുമെന്നും അവർക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള വഴി തുറന്നു കിട്ടുമെന്നുമാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. 6-ാം തീയതിയാണ് ഏകാദശി. 5-ാം തീയതി നമ്മളെല്ലാവരും ഒരിക്കലെടുക്കണം. എല്ലാവരും ഏകാദശി എടുക്കണം. അവരവരെ കൊണ്ട് പറ്റുന്ന പോലെയെങ്കിലും ഏകാദശി എടുക്കണം. എങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും പറയാനായിട്ടുണ്ട്. എല്ലാവരും അടുത്ത ദിവസത്തെ വീഡിയോ നിർബന്ധമായും കാണണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.